ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് വൺ ഡേ ട്രിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വട്ടായി വാട്ടർഫോൾസിലാണ്. അപ്പൊ നമ്മുടെ ട്രാവൽ പാർട്ട്നേഴ്സ് ആയിട്ട് രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ചന്ദ്രൻ മാമൻ, കൃഷ്ണൻ ടീച്ചേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഓഫ് ടു വട്ടായി വാട്ടർഫോൾസ്. അപ്പൊ വട്ടായിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കൃഷ്ണനോട് ചോദിക്കാട്ടോ, എങ്ങനെയാണെന്നാണ്. നമ്മൾ ഈ പ്ലേസ് ആദ്യമായിട്ടാണ് ഈ പ്ലേസിനെ കുറിച്ച് അറിയുന്നത്. തൃശ്ശൂർ ജില്ലയിലാണ് ഈ വട്ടായി എന്ന് പറഞ്ഞ സ്ഥലം. കണ്ടിട്ട് നല്ല അടിപൊളി വൈബുള്ള സ്ഥലം കേട്ടോ. അതേ അവിടെ നോക്കി, അവിടെ നിന്ന് ഇതാ ഇങ്ങനെ മുകളിൽ കുറച്ച് വെള്ളം വരുന്നത് സേഫ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് ഇറങ്ങിയൊക്കെ നോക്കാം. കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് നമ്മൾ വന്നേക്കുന്നേ. പിന്നെ ഇതാ ഇവിടെ വലിയൊരു പാറമടയൊക്കെ ഉണ്ട്. എന്നിട്ട് നല്ല വെയിലാണ് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് നിന്നപ്പോ നമ്മൾക്ക് നല്ല മഴ കിട്ടിയായിരുന്നു. അപ്പൊ ഞങ്ങള് വരണേന്റെ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ നേരെ കണ്ടിട്ട് വരും. എവിടെയായാലും കയറാം. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ലക്ഷ്മി ടീ സ്റ്റോൾ എന്ന ഹോട്ടലിലേക്ക് കയറിയേക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ പൂരിയൊക്കെ കഴിച്ചിട്ട് വേണം ഇനി വീണ്ടും യാത്ര തുടരാനായിട്ട്. അങ്ങനെ നമ്മൾ വട്ടായി വാട്ടർഫോൾസ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വൺ ഡേ ട്രിപ്പിന് പറ്റിയ അടിപൊളി സ്പോട്ടാണ് വട്ടായി വാട്ടർഫോൾസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ട്രാവൽ പാർട്ട്ണറും നമ്മുടെ കൃഷ്ണനാണ്. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കുറച്ച് നാളുകളായിട്ട് നമ്മളിങ്ങനെ ടീമായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരികയായിരുന്നു. ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത്. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ്. 4 പേരായിട്ടാണ് വന്നിരിക്കുന്നത്. അതും 4 പേരെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും നല്ല വൈബിന്റെ ആൾക്കാരാണ് കേട്ടോ. ഈ വട്ടായി വാട്ടർഫാൾസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരൂ. ഓഫ് കോഴ്സ്, വട്ടായി നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഒരു വാട്ടർഫോൾ ആണ്. കൂടുതലും മഴ സമയത്താണ് ഇവരെ കൂടുതൽ വെള്ളമുള്ളത്. 2 കാര്യവും ശ്രദ്ധിക്കണം. ഒന്ന് സേഫാണ്, പക്ഷെ തൊട്ടിപ്പുറം ഒരു പാറമടയുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ആളുള്ള സ്ഥലമാണ്, അപകടം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കരുത്. ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ ചില്ലായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്പേസ് ആണ് നമ്മുടെ വട്ടായി വാട്ടർഫോൾസ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെമ്മീൻ ഡാമിലേക്ക് വിടാം. മാമന്റെ പാന്റ് ശരിയായിക്കുന്ന അപ്പൊ നമ്മള് വട്ടായി വാട്ടർഫോൾസിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇത്രയും ആഴം കുറഞ്ഞുള്ള സ്ഥലത്താണ് എനിക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടം. നല്ല അധികം നനയില്ല. പിന്നെ ഇങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളം കാണുമ്പോ തന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ സുഹൃത്തുക്കളെ വൈബാണ്ടോ രണ്ടുപേരും. ഞാൻ നോക്കിട്ടോ നമ്മുടെ കൃഷ്ണൻ ഓൾറെഡി ഒരു ബ്ലോഗറാണ് കേട്ടോ. ചാനലിന്റെ പേര് പറഞ്ഞു നമ്മളെ വെള്ളത്തിൽ ഇറങ്ങാന്ന് വിചാരിച്ചു, പക്ഷെ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് കാണുന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിറങ്ങി ചില്ല് ചെയ്യാൻ നമുക്ക് പറ്റും. എന്തായാലും അത് കണ്ടിട്ട് ഇറങ്ങാണ്ടിരിക്കണ എങ്ങനെയാ, നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ചെറിയൊരു വെള്ളച്ചാട്ടമാണെങ്കിൽ നല്ല ഫോഴ്സിലാണ് കേട്ടോ വെള്ളം വരുന്നത്. എന്തായാലും ഫാമിലീസിനും കപ്പിൾസ് ആയാലും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ വട്ടായി വാട്ടർഫോൾസ്. തിരുപ്പള്ളിയുടെ ഒരു കുഞ്ഞി അല്ലേ, കുഞ്ഞനിയൻ എന്ന് പറയാ. മീനാണോ
അതാ പറഞ്ഞത്. ആ കാലം കൊത്തണം. ഫിഷ് തെറാപ്പി ഫ്രീ ആയിട്ട് ചെയ്യാൻ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫിഷ് തെറാപ്പി ഒക്കെ ചെയ്യാട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകളൊന്നും കാലിലൊന്നും കൊത്തുന്നുണ്ട്, നമുക്ക് ഇക്ലിയാവും. നല്ലൊരു അടിപൊളി മഴ പെയ്യാനുള്ള സകല ചാൻസും കാണുന്നുണ്ട്. റെയിൻകോട്ട് അവിടെ ആയിപ്പോയി. ഇപ്പൊ മറ്റേ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇടേണ്ടി വരും തോന്നുന്നു. ഗവൺമെന്റ് കാലം നിറഞ്ഞ് അരിപ്പ്. മീനുകൾക്ക് കുറെ നാളായിട്ട് ഫുഡൊന്നും കിട്ടില്ലെന്ന് ഫുള്ള് മീൻ. അയ്യോ മീനുകൾക്ക് കുറെ നാളായി നമുക്ക് തീറ്റൊന്നും കിട്ടില്ല. എന്റെ മോനെ കാലിന്മേക്ക് ഒന്നുമില്ല, മീനിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നത്. അനങ്ങാണ്ട് നമ്മള് നിന്ന് കൊടുത്താ മതി. മീനുകൾ വന്നിട്ട് നമ്മുടെ പണിയും കഴിഞ്ഞ് പൊക്കോളും. മീനുകൾ തന്നെ ഇല്ലേ കാലിൽ വന്ന് കൊത്തണേ ഉണ്ടോ? അപ്പൊ നമ്മുടെ ആനയടിക്കുത്ത് വാട്ടർഫോൾസ് പോലെ തന്നെയുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോളാണ് നമ്മുടെ ഈ വട്ടായി വാട്ടർഫോള്. അപ്പൊ കുട്ടികളെ ഞാനൊക്കെ ആ ഭാഗത്തോട്ടൊന്ന് കടന്നോട്ടെ. മീൻ കൊത്തല്ല തിരിച്ചൊന്നും കിട്ടാൻ പറ്റില്ല. അപ്പൊ ആ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലായിട്ട് വലിയൊരു പാറക്കെട്ടാണ് കേട്ടോ. പാറക്കെട്ടിൽ ഇങ്ങനെ വെള്ളം വീണോണ്ടിരിക്കുകയാണ്. പാറക്കുട്ടി വെള്ളം ഒഴുകുന്നത് നമ്മൾ കണ്ടിട്ട് തോന്നുന്നുണ്ട്. അത്ര വലിയൊരു പാറയാണ്. മുകളിൽ ആ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ ഒരു പാറകൾ ചെറിയൊരു സ്ലോപ്പ് പോലെ വന്നിട്ട് അവിടെ നിന്നാണ് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടപ്പോഴും ഓടിപ്പോയി. ആ ചെരുപ്പ് കഴിയാൻ പോകുന്നത് അപ്പൊ ഗൈസ് വട്ടായി വാട്ടർഫാൾസിൽ നിന്ന് നമ്മൾ നേരെ കുറച്ചു നേരം ചില്ലടിച്ചിട്ട് നമ്മൾ നേരെ ചിമ്മിണി ഡാമിലേക്ക് പോകാൻ പോകണം കേട്ടോ. ഇതാ ചില്ലടിച്ചോണ്ടിരിക്കുമ്പോ തന്നെ നല്ല അടിപൊളി മഴ പെയ്തു. എല്ലാരും നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്. കണ്ടില്ലേ? ഇപ്പൊ മഴ പെയ്തു കഴിഞ്ഞപ്പോ വെള്ളത്തിന്റെ ഒരു വരവ് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതാ മാമന്റെ ചെരുപ്പൊക്കെ ഒഴുകിപ്പോയി. നമ്മൾ നേരെ ഇനി ഓഫ് ടു ചിമ്മിണി ഡാം. അപ്പൊ നമ്മളിനി അടുത്ത പ്ലാൻ എന്താണ്? അടുത്ത നേരെ അത് ചായ ചിമ്മിനി. എന്താണ് പീച്ചിയോ ചിമ്മിണി അല്ലേ? എന്നാ ചിമ്മിനി ഡാം. പീച്ചിഡാം അവിടെ എടുത്തോട്ടോ. ആണിയുള്ള കാലുള്ള ആളുടെയൊക്കെ ആയിരിക്കും. മഴ പെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. ആ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടാണ് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. ദേ അവിടെ ഒന്ന് കുത്തി വീണ് ദേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി പോകും. അതിന്റെ ഉള്ളില് അത്രയും സ്പേസ് ആക്ച്വലി എനിക്ക് തോന്നുന്നു വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ലെന്ന് തോന്നുന്നു. ഇവിടെ വന്നവരൊക്കെ നിങ്ങളെ വന്ന് തെറി വിളിക്കും.
ഇങ്ങനെ ഒരു സ്ഥലത്ത് അതായത് വട്ടായി വാട്ടർഫോൾസിനെ കുറിച്ച് എങ്ങനെയാ അറിയാം? വാട്ടർഫോളിനെ ഒരു യൂട്യൂബർ പറഞ്ഞേട്ടോ ഇതിന്റെ അടുത്ത് എന്റെ സുഹൃത്തിന് വിടുന്നുണ്ട്. അതിന് ദിവസം പറയുന്നത് വട്ടായി വാട്ടർഫോൾസ് ഉണ്ട്, മസ്റ്റ് വിസിറ്റ് പ്ലേസ്. അതായത് ഫോട്ടോസ് കാണിച്ചത് ഫോളിൻ ലവ് ഫസ്റ്റ് സൈറ്റിൽ ഞങ്ങൾ വീഡിയോ പോയി പോലീസ് അല്ല. അത് യൂഷ്വൽ വാട്ടർഫോൾസിനൊക്കെ ഒരു ഒതന്റിക് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കാണാൻ ഒരു രസമുണ്ട്. അപ്പൊ പിന്നെ തീരുമാനിച്ചു എന്തായാലും ഉദ്ദേശം പോകും. ഇതേപോലെ പിള്ളപ്പാറ അതിനൊക്കെ മനസ്സിലായോ? നമ്മളിങ്ങനെ ഓരോ അതിരപ്പള്ളിക്ക് പോണ മുമ്പല്ലേ? അതിരപ്പള്ളി പോകുന്ന ഇത് എങ്ങോട്ടാ? ഇങ്ങോട്ട് നമ്മളെ ചെറുപ്പത്തിൽ പോകുന്ന അത് പറഞ്ഞു 150 സംഭവം ഇത് വട്ടായി വെള്ളച്ചാട്ടത്തിന്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴി കൂടെ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മള് വട്ടായി വാട്ടർഫോളിലെ സെയിം ഒരു അത് തന്നെ നമുക്ക് തോന്നും കണ്ടു കഴിഞ്ഞാൽ. മാമന്റെ ചെരുപ്പ് എവിടെ? ചെരുപ്പ് എവിടെ? ബാക്ക്ഗ്രൗണ്ട് കിട്ടാനാ? വട്ടായി വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലൂടെ പോകുമ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. അപ്പോ ആ വെള്ളച്ചാട്ടവും ഈ വെള്ളച്ചാട്ടവും എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം നമ്മൾ പുറത്തേക്ക് പോകാൻ. ഒരു അടിപൊളി സേഫ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പൊ നമ്മളിതാ വട്ടായി വാട്ടർഫോൾസിന്റെ സൈഡിലുള്ള ചെറിയ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമ്മളിത് തിരിച്ച് നമ്മുടെ ചിമ്മിനി ഡാമിലേക്ക് പോകാൻ പോകണം കേട്ടോ. ഓഫ് ടു ചിമ്മിനി ഡാം. അപ്പൊ നമ്മള് സൈഡിൽ കൂടെ ഉള്ള വെള്ളച്ചാട്ടത്തിൽ വന്നപ്പോ മാമന്റെ ചെരുപ്പ് കണ്ടിട്ടിരിക്കാൻ അത് കണ്ടുപിടിച്ച കൃഷ്ണണി കേരള ഫയർഫോഴ്സിന്റെ പേരിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നന്ദിയിരിക്കുന്നു. സാഹസ്യമായി ചാടിയ നേരത്തെ പറഞ്ഞത് 150 രൂപ തരാൻ പറഞ്ഞു. അല്ല 150 രൂപ തരാൻ പറഞ്ഞു. 10 രൂപയാണ് ഇവിടെ സാക്ഷി പോയ. നമ്മുടെ കൂടെ ഒരു ലേറ്റ് റെസ്ക്യൂർ ഉള്ളത് കാരണം പാമ്പ് എവിടെയൊക്കെ ഉണ്ടാവും എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് അത് തുറന്നു വരുന്നുണ്ട്. കണ്ടുപിടിച്ച് തരില്ല, പക്ഷെ ബേസിക് അവയർനെസ് തരുന്നതായിരിക്കും. കാരണം നമ്മൾ വന്നതിനേക്കാൾ മുന്നേ ഭൂമിയിൽ വന്നവരാണ് പാമ്പുകൾ. നമ്മളത് കഴിഞ്ഞ് വന്ന പ്രൈമേറ്റ്സ് ആണ് നമ്മള്. അപ്പൊ അത് നമുക്ക് റെസ്പെക്ട് ചെയ്യുന്ന ഓരോ സ്പേസിനെ നമ്മൾ നമ്മുടെ സ്പേസിനെ റെസ്പെക്ട് ചെയ്യുന്നു. വട്ടായി വാട്ടർഫോളിലേക്ക് കയറേണ്ട സമയം 7 മണി തുടങ്ങി വൈകിട്ട് 6:30 വരെയാണ് കേട്ടോ. നമ്മൾ മയിലിനെ കണ്ടിരിക്കുകയാണ്. മയിൽ അങ്ങനെ നമ്മൾ വനമേഖലയിൽ നിന്നും റോട്ടിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്ര നേരം നമ്മൾ വനമേഖലയിൽ തന്നെ ആയിരുന്നു, അതായത് കാട് പിടിച്ച റോട്ടിൽ കൂടെ ആയിരുന്നു. അങ്ങനെ 1 കിലോ ബിരിയാണി കിട്ടുന്നു. 1 കിലോ നമുക്ക് കിട്ടുന്ന മുട്ടയെല്ലാം മാമന്റെ നമ്മുടെ ബിരിയാണി ഇങ്ങനെ 2ാമത്തെ കിലോ ബിരിയാണി വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മാമൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് മാമൻ മൊത്തം മാത്രമേ കഴിക്കുള്ളൂ. ഒരു കിലോ മരക്കില്ല എനിക്കിട്ട്
നമ്മള് വെയിറ്റ് ചെയ്യണല്ലേ അതിരപ്പള്ളി. കൊണ്ടോന്ന് പറഞ്ഞ ഞങ്ങളെ പറ്റിക്കല്ലോ. അപ്പൊ ഗൈസ്, പരിപാടിയിൽ ചെറിയൊരു മാറ്റം, പ്ലാനിങ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. നമ്മളിപ്പോ ചിമ്മിനി ഡാമിന് പകരം പീച്ചി ഡാമിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നല്ല അടിപൊളി മഴയാണ്, അതുകൊണ്ടാണ് ഈ ഹെൽമെറ്റും സാധനങ്ങളൊന്നും മാറ്റാത്തെ. അപ്പൊ കൃത്യം പറയുമ്പോൾ പാട്ട് പാടാനൊരു മൂടുണ്ട്. ഏത് പാട്ടാ പാടുന്നത്? അപ്പൊ എന്നാലും വന്ന സ്ഥിതിക്ക് നമ്മൾ 4 പേരും കൂടി കിട്ടുന്ന പാട്ട് പാടാൻ പോവാണ്. ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കേണ്ട പാട്ടേക്കാതെ. കുട്ടനാടൻ കായലി എടുക്കാല. കുട്ടനാടൻ കായലി കുഞ്ചത്തിന് മീനും തിരിക്കണം കായൽ തിരകൾ വെള്ളം അയ്യോ ചെയ്, ഇതൊക്കെ കട്ട്. നല്ല കിടക്കാച്ചി മഴ. പാലക്കാടല്ലേ ബീച്ച് ഡാം? കൊക്ക കൊക്ക കൊക്ക. അവിടെ കൂടെ നടക്കാൻ പറ്റുമോ? ഒറ്റ പ്രശ്നം നടക്കാൻ പറ്റുള്ളൂ. അതിരപ്പള്ളി വീട്ടിൽ കഴിക്കോ? പായ്പായിരിക്കും. ഡാമിൽ കൂടെയാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. നടുക്കുള്ളൊരു പാതി കൂടെ. നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കുളിർമയായിട്ട് മഴവെള്ളം അവിടെ ഫോഗ് ഫോഗ്. മാട്ടുപ്പെട്ടി ഡാമിന്റെ മുകളിൽ കൂടെ പോയില്ലേ അന്ന് മൂന്നാർ? അതിനുശേഷം പീച്ചി ഡാമിന്റെ മുകളിൽ കൂടെ നടന്നു. സത്യം പറഞ്ഞാൽ ബീച്ച് ഡാമിനെ കുറിച്ച് എനിക്കറിയില്ല. അതൊരു മഴ സമയത്ത് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഓസം പ്ലേസ് ആണ് ബീച്ച് ഡാം. എസ്പെഷ്യലി ഈ മഴയത്ത് ഒരു പോഞ്ചോ ഇട്ടിട്ട് നൈസായിട്ട് മഴയത്ത് വന്ന് നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനൊരു ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ മതി. ഇതിലും വേറെ ഒരു സന്തോഷം ലൈഫിൽ. കമ്പനിയുടെ ഒപ്പം പോണം, എൻജോയ് ചെയ്ത് പോവാം. ഞാനിപ്പോ അത് ഓപ്പോസിറ്റ് പറയാൻ നിൽക്കായിരുന്നു. നമ്മൾ രണ്ടുപേരാവുമ്പോ ഓക്കെ നമ്മളൊരു വർത്താനം, പക്ഷെ കൂടെ വൈബുള്ള 2 ആൾക്കാരും കൂടി ഉണ്ടാവണമെങ്കിൽ ആ വൈബ് എൻജോയ് ചെയ്ത് പോവാം. എക്സ്ട്രീം ആയും ഇപ്പുറം വെള്ളം പോണത് ഇപ്പുറം ഡാം പോലെ. നമ്മളതിന് മോളിൽ കൂടെ നടക്കണം. ഹായ് ഗൈസ്, നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ പാർക്കുകളിലൊക്കെ ഹായ്, ഞാനിപ്പോ പാർക്കിലാണ്. ആ ചർക്കിൽ കയറാൻ പോവാണ്. പഴയ കാലത്ത് ഓർമ്മകൾ കിട്ടാൻ വേണ്ടി ചർക്കിലേക്ക് കയറുന്നു. മാമനാണ് യഥാർത്ഥ ഒരു ബ്ലോഗർ കേട്ടോ. ഒരുപാട് വാക്കുകളുണ്ട്. അതെ അതെ, അനർക്കളം ചിട്ടിക്കമ്മയിലെ ഈ ചിട്ടിയൊക്കെ പുതുക്കൂല, അതുപോലെ മാമൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോഗേഴ്സ് ആണ് സത്യത്തിൽ. ഞാനത് എനിക്ക് ഇറക്കി മറന്നു പോകും, മാമനത് വീണ്ടും ഓർമ്മിപ്പിക്കും. അതാ പീച്ചി ഡാമിന്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ മോളിൽ നിന്നുള്ള വ്യൂ, സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാ. അങ്ങോട്ട് ഞാനിവിടെ നിന്ന് സ്റ്റെയർ ഇറങ്ങി കഴിഞ്ഞ് വെള്ളം ഒഴുകണതിന്റെ ഒരു സ്പീഡ് നോക്കിയേ. പോയാൽ കിട്ടൂല. ഇവിടുന്ന് വെള്ളം വീഴുന്നതിന്റെ ഒരു സ്പീഡ് നോക്കി. ഈ ഒരു ഏരിയ നോക്കിയാൽ എങ്ങനെ അറിയാം? വെറുതെ ഇങ്ങോട്ട് നോക്കിയാൽ മതി വെള്ളത്തിന്റെ സ്പീഡ് അറിയണേ. എന്താ അപ്പൊ നമ്മള് ഡാമിൽ നിന്ന് ഇറങ്ങി പിന്നെ സ്റ്റെപ്പ് കയറി ആവശ്യമായി. പക്ഷെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാലും അടിപൊളിയാണ്, വർത്തിയാണ്. കിട്ടില്ല. ആ വെള്ളച്ചാട്ടത്തിൽ വെള്ളം മുഖത്തേക്ക് അടിക്കുന്ന ഒരു ഹൗസും ഫീൽ തന്നെയാണ്. ബട്ട് ഇത് കഴിഞ്ഞ് നേരെ അതിരപ്പള്ളി റൂട്ടിലേക്കാണ്. അതിരപ്പള്ളി പോയി കഴിഞ്ഞാൽ ഇഫ് യു ആർ ലക്കി റൂട്ടിൽ ആനയെ കാണാം, 73 ഗണപതിയെ കാണാം, 5-6 ആനയെ കാണാമെന്ന് പറയുന്നുണ്ട്. ആ ഡാമിന്റെ അടിയിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോണം. എല്ലാവരും സ്റ്റെപ്പ് ഇറങ്ങി പോണം. ഞങ്ങൾ മാത്രം സ്റ്റെപ്പ് ഇറങ്ങിയാൽ നിങ്ങൾ ഇറങ്ങണം. അതിന്റെ ഫീൽ എന്താണെന്ന് അറിയണം.
അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവുക, നിങ്ങൾ ഹാർട്ട് പേഷ്യന്റ് അല്ല എന്ന്. അത് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് തിരിച്ച് കേറി വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതാണ് ഹീറോയിസം ഗൈസ്, അതാണ് ഹീറോയിസം. കഴിഞ്ഞിട്ട് അവിടെ ഒരു ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലൊന്നും ഇരിക്കുമ്പോ ഉണ്ടല്ലോ ഫീല്, അത് പറഞ്ഞറിയിക്കാൻ പറ്റതാണ്. എന്റെ സാറേ, അത് കഴിഞ്ഞ് വണ്ടിയിലോട്ടൊരു കയറ്റമുണ്ട്, അവിടെ ചെല്ലുമ്പോ ഒരു ചായക്കടയിൽ ഒരു ചായ കുടിക്കുമ്പോ അതിന്റെ ഒരു ഫീല് വേറെയാണ്. അപ്പൊ നമ്മള് പീച്ചി ഡാമിൽ നിന്ന് നേരെ പോവാണ്. പോണ വഴി ഇനി അതിരപ്പള്ളി, ഓഫ് ടു അതിരപ്പള്ളി. അതായത് പീച്ചി ഡാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെ വരുന്നു ചോദിച്ചിട്ട്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ബസ് സർവീസ് ഉണ്ട്. പീച്ചി ഡാമിന്റെ തൊട്ട് ഫ്രണ്ട് സൈഡ് വരെ ബസ് സർവീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് വളരെ ഒരു ഹാസൽ ഫ്രീ ആയിട്ട് വണ്ടിയുടെ സൗജന്യമായിട്ടുള്ള കാശ് കൊടുക്കണം. എന്താ പറയാ, അധികം റിസ്ക് ഒന്നും എടുക്കാതെ വണ്ടി ഓടിച്ച് ബുദ്ധിമുട്ടാതെ വളരെ അത് മാത്രമല്ല, നിങ്ങൾ ഓൺ വെഹിക്കിൾ വന്നാലും ഇതുവരെ വരാൻ പറ്റുള്ളൂ, ബസ്സിൽ വന്നാലും ഇതുവരെ വരാം. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് വണ്ടി ഓടിക്കണ്ട, ബസ്സിൽ കയറുക, ലാബിഷായിട്ട് വരിക, വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുക, മടങ്ങുക. ബൈ. ഇത് 1 2 3 കാണിച്ചല്ലേ നല്ല ഫൺ. അപ്പോൾ ഗൈസ്, നമ്മൾ പീച്ചി ഡാമിൽ നിന്ന് നേരെ അതിരപ്പള്ളി റൂട്ട് പോകുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഗൂഗിൾ മാപ്പ് നോക്കി വഴി തെറ്റിയായിരുന്നു. അതുകൊണ്ട് സമയം പോയതുകൊണ്ടും പിന്നെ അതിരപ്പള്ളി റൂട്ട് ഇത്തിരി ഡേഞ്ചറസ് വേ ആയതുകൊണ്ടും 5 മണി കഴിഞ്ഞതുകൊണ്ടും നമ്മൾ നേരെ പറവൂർക്ക് വന്നു കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ രാവിലെ ഇന്ന് 8 മണിക്ക് തുടങ്ങിയതാണ് നമ്മുടെ ഈ ഒരു യാത്ര. ഇതില് ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ട്രിപ്പ്? അടിപൊളിയായിരുന്നു. അതല്ല നമ്മ എവിടെ പ്ലാൻ ചെയ്തത്? നമ്മള് പോകാൻ പ്ലാൻ ചെയ്തത് ചിലവർ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി സെറ്റാക്കി തന്നോ, ചക്കക്ക് വരെ വാങ്ങുന്ന ടീം അതായിരിക്കുന്നത്. മാപ്പ് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് നോക്കും, അങ്ങനെ വേറെ സ്ഥലത്തെത്തി. എന്റെ ദിവസം അടിപൊളിയായിരുന്നു. അത് പോയപ്പോ ഞങ്ങൾക്ക് വഴി അറിയാത്തതുകൊണ്ട് കറക്റ്റായിട്ട് എത്തി. മഴ, വെയില്, വെള്ളച്ചാട്ടം. ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ യാത്ര ഇങ്ങനെ ബൈക്കിൽ പോയി ഈ നല്ല സൈഡ് സീനൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് വന്നാൽ അത് പറയുന്ന കൂടി നിങ്ങളൊന്ന് പോയി അനുഭവിച്ചാൽ ഫീൽ കിട്ടും. എന്തായാലും ഇപ്പോൾ നമ്മൾ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പായിരുന്നു. ഇന്നാണ് അത് നടന്നത്. എന്തായാലും അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. ഒരു ദിവസം പോയതേ അറിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, സീ.